ഈശോ എൻ ഹൃദയമാമൾ താരയിൽ തൂവെള്ളപ്പമായീശോ എൻ ഹൃദയമാമൾ താരയിൽ ഇതാ ഇറങ്ങി വന്നു, ഇതാ ഇറങ്ങി വന്നു. ഈശോയേ എൻ്റെ ഈശോയേ എൻ ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ഈശോയേ എൻ്റെ ഈശോയേ എൻ ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കും നേരം സോദരനോടു നീ ക്ഷമിച്ചിടുക. ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കും നേരം സോദരനോടു നീ ക്ഷമിച്ചിടുക. അപ്പോൾ നിൻ ബലിയിൽ സംപ്രീതനാകും ഞാൻ, നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കും. അപ്പോൾ നിൻ ബലിയിൽ സംപ്രീതനാകും ഞാൻ, നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കും. ഈശോയേ എൻ്റെ ഈശോയേ എൻ ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ഈശോയേ എൻ്റെ ഈശോയേ എൻ ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. സന്നിധിയിൽ നീ അണഞ്ഞിടും നേരം നിന്നെ മുഴുവനായി സമർപ്പിക്കുക. തിരുസന്നിധിയിൽ നീ അണഞ്ഞിടും നേരം നിന്നെ മുഴുവനായി സമർപ്പിക്കുക. അപ്പോൾ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും, നിന്നെ ഞാൻ എന്റേതായി മുദ്ര വയ്ക്കും. അപ്പോൾ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും, നിന്നെ ഞാൻ എന്റേതായി മുദ്ര വയ്ക്കും. തൂവെള്ളപ്പമായീശോ എൻ ഹൃദയമാമൾ താരയിൽ ഇതാ ഇറങ്ങി വന്നു, ഇതാ ഇറങ്ങി വന്നു. ഈശോയേ എൻ്റെ ഈശോയേ എൻ ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ. ഈശോയേ എൻ്റെ ഈശോയേ എൻ ഹൃദയം നിൻ സക്രാരിയാക്കിയല്ലോ.
വന്നു വാഴുന്ന നാഥൻ. തിരുവോസ്തിയിൽ വന്നു വാഴുന്ന നാഥൻ നിറയുന്നു നമ്മുടെ ഹൃത്തിൽ. സ്നേഹം ചൊരിഞ്ഞു ശാന്തി പകർന്നു പ്രിയരായി നമ്മളെ മാറ്റി. തിരുവോസ്തിയിൽ വന്നു വാഴുന്ന നാഥൻ നിറയുന്നു നമ്മുടെ ഹൃത്തിൽ. സ്നേഹം ചൊരിഞ്ഞു ശാന്തി പകർന്നു പ്രിയരായി നമ്മളെ മാറ്റി. അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹം, തിരുവോസ്തിരൂപനാം നാഥ. അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹം, തിരുവോസ്തിരൂപനാം നാഥ. കൺമുന്നിൽ കാണുന്നു നാഥന്റെ രൂപം, സ്നേഹത്തിൻ മാതൃകയായി. കൺമുന്നിൽ കാണുന്നു നാഥന്റെ രൂപം, സ്നേഹത്തിൻ മാതൃകയായി. മനസ്സിൽ നിറയുന്നു യേശുവിൻ രൂപം, സഹനത്തിൻ മാതൃകയായി. മനസ്സിൽ നിറയുന്നു യേശുവിൻ രൂപം, സഹനത്തിൻ മാതൃകയായി. അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹം, തിരുവോസ്തിരൂപനാം നാഥ. അറിയുന്നു ഞങ്ങൾ നിൻ സ്നേഹം. അവനെ വിശ്വസ്തനായി കണക്കാക്കി. മാതാവിന്റെ ഉദരത്തിൽ രൂപമെടുക്കുന്നതിന് മുമ്പേ എന്നെ അറിയുകയും ജനിക്കുന്നതിന് മുമ്പേ എന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവാചക പൗരോഹിത്യ ദൗത്യങ്ങളിലേക്ക് എന്നെ നയിക്കുകയും ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് എന്ന് അരുൾ ചെയ്തുകൊണ്ട് നിരന്തരം വഴി നടത്തുന്ന നല്ല തമ്പുരാനെ അങ്ങേക്ക് ഒരു കോടി നന്ദി. പൈതൃക സ്നേഹവാത്സല്യങ്ങളോടെ എന്നും കരുതുന്ന തന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി എന്നെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയ പുനരൂപതാമെത്താൻ
അഭിമന്യ സെൽവിസർ പൊന്നുമുത്തൻ പിതാവിന് പൈതൃക ആശീർവാദവും ആശംസകളും ഏകിയ കൊല്ലം രൂപതാമെത്രാൻ അഭിമന്യ ആന്റണി മുല്ലശ്ശേരി പിതാവിന് വിജയപുരം രൂപതാമെത്രാൻ സെബാസ്റ്റ്യൻ തെക്കത്തശ്ശേരി പിതാവിന് ഹൃദയ നിറഞ്ഞ നന്ദി. സന്യസ്ത പൗരോഹിത്യ ജീവിത വഴിത്താരയിൽ ഞാൻ യോഗ്യനാണെന്ന് പരിശീലന വഴിത്താരകളെ അടിസ്ഥാനമാക്കി ആത്മീയ പ്രചോദനങ്ങളാൽ തീരുമാനമെടുക്കുകയും ഈ ഉന്നത പദവി സ്വീകരിക്കുവാനുള്ള അവസരം നൽകുകയും ചെയ്ത മിഷണറി സർവൻസ് ഓഫ് ദ പുവർ എന്ന ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട സാൽവത്തോറെ റൂസോ അച്ഛനും കൗൺസിലേഴ്സിനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇന്നിവിടെ സാന്നിധ്യം കൊണ്ടായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റൊമാനോ അച്ഛനും ജോവാനി അച്ഛനും നന്ദി പറയുകയാണ്. Carissimi padri Romano e Giovanni, un grazie particolare a voi due, la mia famiglia, tutta la mia parrocchia, ed io siamo molto felici per la vostra presenza qui in mezzo a noi. La vostra presenza per noi giovani sempre è un incoraggiamento. Il buon Dio vi benedica sempre. Ancora una volta vi ringrazio di cuore per il vostro affetto e presenza. എന്റെ ആത്മീയ ദൗത്യ പരിശീലന മേഖലകളിൽ പങ്കാളികളായ രണ്ട് പ്രിയപ്പെട്ട വൈദികരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബുവച്ചനും ഇപ്പോൾ റോമിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജൂഡച്ചനും. ഇന്നിവിടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളോടൊപ്പം ജൂഡച്ചനില്ലെങ്കിലും പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും എപ്പോഴും അച്ഛൻ ഞങ്ങളുടെ കൂടെയുണ്ട്. സെമിനാരിയിൽ ചേർന്ന നാൾ മുതൽ ഇന്നുവരെയും അപ്പന്റെയും അമ്മയുടെയും വാത്സല്യം നൽകിയും സ്നേഹം നൽകിയും ഞങ്ങളെ എന്നും കരുതുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുകയും ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമാവുകയും ചെയ്തുകൊണ്ട് വീണുപോയേക്കാവുന്ന വേളകളിൽ ബലവും പ്രചോദനവും നൽകി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ബാബുവച്ച അച്ഛന്റെ വലിയ സ്നേഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. സെമിനാരിയിൽ വിടർന്ന കരങ്ങളോടെ സൗഹൃദത്തിന്റെ കരം നൽകി എപ്പോഴും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട മോറിസ് അച്ഛനും നന്ദി പറയുന്നു. സന്യാസ ജീവിതത്തിന്റെ മധുരത്തിനും കൈപ്പിനും പങ്കുചേർന്ന് ഒപ്പം നടക്കുന്ന സഹോദര വൈദികരായ ലിബിനച്ഛനും ബിജിലച്ഛനും ക്രിസ്റ്റൽ ബായച്ഛനും ഡോണച്ഛനും സാമോച്ഛനും സിഡോക്കച്ഛനും എല്ലാ ഡീക്കന്മാർക്കും ഞങ്ങളുടെ എല്ലാ ഉദവസനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പരിശീലനത്തിന്റെ നാൾ വഴി ഞങ്ങളെ എപ്പോഴും ആത്മീയമായി സഹായിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുസ്മാനോ സിസ്റ്റേഴ്സിനും നന്ദി പറയുന്നു. അതോടൊപ്പം വെഡിറ്റേറ്റ് സിസ്റ്റേഴ്സിനും ഏറെ പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. സെമിനാരി ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്നെ പ്രചോദിപ്പിക്കുകയും കരുതലോടെ എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ക്രിസ്റ്റി അച്ഛന് ഇന്നേ ദിനം വിലയേറിയ വാക്കുകളാൽ ധന്യമാക്കിയതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ധ്യാനത്തിലൂടെ ഞങ്ങളെ ആത്മീയമായി ഒരുക്കിയ വാഗമൺ കരുണാശ്രമത്തിലെ പ്രിൻസച്ഛനും ജിജനച്ഛനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിനം മധുരമുള്ള ഓർമ്മയുടെ ദിനമാക്കിയതിന് ഒരുപാട് പേരുടെ പരിശ്രമങ്ങളുണ്ട്. പ്രധാനമായും ഇടവക ജനത്തെ ഒരുമിച്ച് കൂട്ടി ഇന്നത്തെ എല്ലാ ആഘോഷങ്ങൾക്കും ചുക്കാൻ പിടിച്ച വികാരി ബഹുമാനപ്പെട്ട ജോർജ് സെബാസ്റ്റ്യൻ അച്ഛൻ. അച്ഛന്റെ തിരക്കിനിടയിൽ പോലും എന്റെ പൗരോഹിത്യ പ്രഥമ ജീവിതയിൽ ഒന്നിനും കുറവ് കൂടാതെ മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് തൃപ്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന പ്രിയപ്പെട്ട ജോർജ് ഈ നിമിഷം വരെയും ഒരു പിതാവിന്റെ കരുതലോടെ മാർഗനിർദ്ദേശം നൽകിയ അച്ഛന്റെ വിശാലമായ ഹൃദയത്തിനും സ്നേഹത്തിനും ആത്മാർത്ഥമായി നന്ദി പറയുന്നു.
എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും മതബോധന അധ്യാപകർക്കും മറ്റ് ഭക്ത സംഘടനകൾക്കും അതോടൊപ്പം ഇന്ന് വളരെ മനോഹരമായി വെൽക്കം ഡാൻസ് ചെയ്ത എല്ലാ കുട്ടികൾക്കും അവരെ ഒരുക്കിയ ടീച്ചേഴ്സിനും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് എല്ലാം ഒരുക്കിയ കണക്കൻ വാവസ്മകളും അൾത്താര ബാലകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഈ ദേവാലയത്തിലെ അൾത്താര മനോഹരമാക്കിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സാണ്. ഇടവകയിൽ കടന്നു വരുമ്പോഴൊക്കെ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ എന്നെ ചേർത്ത് നിർത്തുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് ഒരു കോടി നന്ദി. ഈ ഇടവ കുടുംബത്തിൽ നിന്നാണ് ഞാൻ സെമിനാരിയിലേക്ക് യാത്രയായത്. ആ യാത്രയ്ക്ക് ആദ്യ ചുവട് വയ്ക്കാൻ സഹായിച്ച മുൻവികാരിമാരായി ഇന്ന് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജഗദീശനെയും ആന്റണീച്ചനെയും സ്നേഹത്തോടെ സ്മരിക്കുന്നു. അതോടൊപ്പം പിന്നീട് ഈ ഇടവകയിലേക്ക് കടന്നു വന്ന ജോസ് പെറ്റോച്ചനും രാജേഷ് മാത്തച്ഛനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എന്റെ ആത്മീയ പാതയിൽ വെളിച്ചം പകർന്ന ആത്മീയ ഗുരുക്കന്മാർക്കും അറിവിന്റെ അക്ഷര വെളിച്ചമേകിയ എല്ലാ ഗുരുകൂട്ടർക്കും പ്രത്യേകമായും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ സന്യാസ വൈദിക പരിശീലന കാലയളവിൽ ഞങ്ങളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട വൈദികരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവകയുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞാണ് ഞാൻ യാത്ര ചെയ്തത്. ഞായറാഴ്ച മിനിസ്ട്രികളിൽ ഞാൻ സേവനം ചെയ്തിട്ടുള്ള പള്ളികളിലെ എല്ലാ അച്ഛന്മാർക്കും നന്ദി പറയുന്നു. ഏറെ പ്രത്യേകമായി ഇന്നിവിടെ ഒരുപാട് ദൂരം താണ്ടി ഈടുപ്പാടം സൽബുദ്ധി മാതാ പള്ളിയിൽ നിന്ന് കടന്നെത്തിയ ബഹുമാനപ്പെട്ട ആന്റണി ചില്ലക്കശ്ശേരി അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി. അച്ഛനോടൊപ്പം കടന്നു വന്ന മറ്റു വൈദികർക്കും നന്ദി അർപ്പിക്കുന്നു. എന്റെ ഡീക്കൻ മിനിസ്ട്രി കാലയളവിൽ ഞാൻ സേവനമനുഷ്ഠിച്ചത് പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിലായിരുന്നു. അവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോൺ അച്ഛനോടൊപ്പമായിരുന്നു എന്റെ സേവനം. അച്ഛന്റെ കൂടെ ആയിരുന്ന സമയത്ത് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും ഒരു കുഞ്ഞനുജനെ പോലെ എന്നെ താങ്ങി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ എല്ലാ ദിവസങ്ങളിലും അച്ഛൻ വിളിക്കും, എങ്ങനെയായി എന്തൊക്കെയായൊക്കെ പ്രത്യേകം എടുത്ത് ചോദിക്കുകയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ അച്ഛൻ എപ്പോഴും നൽകുമായിരുന്നു. അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം കൂടപ്പിറപ്പിനെ പോലെ എന്നെ ചേർത്ത് നിർത്തി സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പടപ്പക്കര പള്ളിയിലെ സഹവികാരിയായ ജോബി പുളിക്കൽ അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അവരുടെ രണ്ടുപേരുടെയും പല തിരക്കുകളും മാറ്റിവെച്ച് തിരുപ്പെട്ട ദിവസവും ഇന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരുടെ നല്ല മനസ്സിന് നന്ദി പറയുന്നു. അതോടൊപ്പം പടപ്പക്കര തെരേസ കാർമലൈൻ കോൺവെന്റിൽ നിന്നും കടന്നു വന്ന എല്ലാ സിസ്റ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഈ നന്ദി പറയാനുള്ളത് പടപ്പക്കര ഇടവക സമൂഹത്തിലാണ്. ഇന്നിവിടെ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ആയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം കീഴുപ്പാടും സൽബുദ്ധി മാതാ പള്ളിയിൽ നിന്ന് എനിക്ക് വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രസന്റേഷൻ കോൺവെന്റിലെ സിസ്റ്റേഴ്സിനും കാറ്റഗിസം ടീച്ചേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. സെമിനാരി കാലഘട്ടത്തിലെ പരിശീലനത്തിന്റെ ഒരിടമായിരുന്നു OSD സഭയിലെ മലപ്പുറം. അവിടെ ആയിരുന്ന സമയത്ത് പരിശീലകനായിരുന്ന പ്രിയപ്പെട്ട ആന്റണി കൊച്ചുകാട്ടച്ഛനും അന്നത്തെ പ്രൊഫഷണലായിരുന്ന സുനിൽ അച്ഛനും സൗഹൃദത്തിന്റെ കരനീട്ടിയ മറ്റെല്ലാ വൈദികർക്കും ബ്രദേഴ്സിനും നന്ദി പറയുന്നു. ഇടവക കുടുംബത്തിന്റെ പൗരോഹിത്യ ശ്രേണിയിൽ ഞാനും എണ്ണപ്പെടുമ്പോൾ എനിക്ക് മുമ്പേ പൗരോഹിത്യത്തിന്റെ പാതയിൽ നടക്കുന്ന ഈ ഇടവകയിലെ എല്ലാ വൈദികരെയും ഏറെ പ്രത്യേകിച്ച് ഇന്ന് സാന്നിധ്യം കൊണ്ട് ഈ ദിവ്യബലിയിൽ പങ്കുചേരാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എത്തിയ പ്രിയപ്പെട്ട തെക്കുംഭാഗം ഇടവകയിലെ ക്രിസ്റ്റി അച്ഛനും ഫ്രാൻസിസ് അച്ഛനും റിജു അച്ഛനും റൊമാരി അച്ഛനും ജിൻസൺ അച്ഛനും ഇടവകയിലെ എല്ലാ സിസ്റ്റേഴ്സിനും ബ്രദറിനും നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പുനലൂരിൽ നിന്നും കൊല്ലത്തു നിന്നും എത്തിച്ചേർന്ന എല്ലാ സ്നേഹിതർക്കും നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി പറയാനുള്ളത്
തൊളിക്കോട് ലൂർദ് പള്ളിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടവജനങ്ങൾക്കാണ്. അവർക്ക് ഒത്തിരി സ്നേഹത്തോട് നന്ദി പറയുന്നു. ഒപ്പം വാഴവിള നരിക്കൽ പള്ളിയിലെ സെന്റ് തോമസ് പള്ളിയിലെ ഇടവനാമങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്ന് എന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എന്റെ സുഹൃത്തുക്കളായ ജോബിയച്ചനും സിജോച്ചനും നന്ദി പറയുന്നു. എന്റെ തിയോളജി പഠനകാലത്ത് എന്നെ ഒത്തിരി സഹായിക്കുകയും എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മത്തായിച്ചനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒരു കുഞ്ഞ് തന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് നീണ്ട കാലത്തിന് ശേഷം ജനിക്കുന്നത് പോലെ സഭാമാതാവിന്റെ ഉദരത്തിൽ നിന്നും ഓരോ പുരോഹിതനും ജന്മമെടുക്കുമ്പോൾ ഇതിനു പിന്നിൽ ഒത്തിരി പേരുടെ കണ്ണീരും പ്രാർത്ഥനയും ത്യാഗവുമുണ്ട്. ഈ പൗരോഹിത്യത്തിന് പിന്നിൽ ഈ തെക്കുംഭാഗം ഇടവക കുടുംബത്തിന്റെ പ്രാർത്ഥനയും സ്നേഹവും പ്രോത്സാഹനവും ഉണ്ട്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്കും സാന്നിധ്യത്തിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ഈ ദിവസത്തിനായി കാത്തിരിക്കുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബം. 13 വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ട് സെമിനാരി ചേരുമ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നാളിതുവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടപെടാതെ പ്രാർത്ഥന ഉയർത്തുന്നവരാണ് എന്റെ കുടുംബം. വൈദിക ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ എന്നെ ചേർത്ത് നിർത്തിയത് എന്റെ അപ്പനും അമ്മയുമാണ്. ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അപ്പൻ വളർത്തിയത്, ഇന്നും വളർത്തുന്നതും. ഗൾഫിൽ ലേബർ ക്യാമ്പിൽ ജോലി സ്ഥലത്തുമൊക്കെ ഒഴിവ് സമയങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്ന് ഒത്തിരി സന്തോഷത്തോടെ പപ്പ വിളിച്ചു പറയും. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഞാൻ തളർന്നു പോയപ്പോഴൊക്കെ എന്നെ താങ്ങി നിർത്തിയത്. സെമിനാരിയിൽ എന്നെ യാത്രയാക്കിയ എന്റെ പ്രിയപ്പെട്ട അമ്മ, ഞങ്ങളുടെ സെമിനാരിയുടെ മുൻപിലുള്ള കരുണയിലെ അമ്മയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അമ്മയുടെ നീലമില്ലാതെ ഇങ്ങനെ വിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ അമ്മയെ നോക്കി എന്റെ പ്രിയപ്പെട്ട അമ്മച്ചി നമ്മൾ പ്രാർത്ഥന പറഞ്ഞു. അമ്മയുടെ നീലമില്ലാതെ എന്റെ മകനെയും കൊടിയനെയാണ്. അന്ന് തുടങ്ങി ഇന്നോളം എന്റെ അമ്മയുടെ ത്യാഗത്തിന്റെയും കണ്ണീരിന്റെയും സഹനത്തിന്റെയും വലിയ നിലയാണ് എന്റെ പൗരോഹിത്യം. ഈ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും തീരില്ല എന്റെ പ്രിയപ്പെട്ട അമ്മയോടുള്ള കടപ്പാട്. ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ട് തിരിച്ച് ഈശോയുടെ അടുത്തേക്ക് വിളിച്ച എന്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ് നേരിട്ടില്ല. ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചേച്ചിയെ നേരത്തെ വിളിച്ചത്. എങ്കിലും സ്വർഗത്തിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ചേച്ചിയാണ് മുൻപന്തിയിൽ എന്നത് തീർച്ചയാണ്. എന്റെ ചേച്ചിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ദൈവം എനിക്ക് കരുതി നൽകിയ എന്റെ ചേട്ടൻ, എന്റെ നല്ല സുഹൃത്തും വഴികാട്ടിയുമാണ് എന്റെ ചേട്ടൻ. വീണ് പോയപ്പോഴൊക്കെ പരാതിയോ പരിഭവമോ കൂടാതെ എന്നെ ചേർത്ത് നിർത്തിയത് എന്റെ ചേട്ടനാണ്. എന്റെ ചേട്ടന്റെ വലിയ സ്നേഹത്തിന് ഒത്തിരി നന്ദി. ഒരു കുഞ്ഞനെ പോലെ എന്നെ സ്നേഹിക്കുകയും എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ ചേച്ചിയും എനിക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഇനി നന്ദി പറയാനുള്ളത് എന്റെ ചേട്ടനായ ജോസ്ലാസനാണ്. എന്റെ തിരുപ്പടത്തിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയ അടുത്ത ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ ബ്ലെസ്സിങ്സ് എനിക്ക് വേണ്ടി കൊടുത്തുവിടുകയും അപ്പനും അമ്മയ്ക്കും കൃത്യമായ ഭക്ഷണം റെഡിയാക്കിയ കാത്തലിക് സർവീസിനും